ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈറ്റിലെത്തിയത്. ഇന്ന് പുലർച്ചെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മുഖ്യമന്ത്രിയെ ഇന്ത്യൻ എംബസി, ലോ കേരള സഭ, മലയാളം മിഷൻ പ്രതിനിധികൾ ചേർന്ന് സ്വീകരിച്ചു. വിവരങ്ങളുമായി സലീം കോട്ടയിൽ ചേരുന്നുണ്ട്. സലീം, എന്തൊക്കെയാണ് കുവൈറ്റിൽ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ? തന്നെ ഇന്ന് പുലർച്ചെയാണ് മുഖ്യമന്ത്രി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. ഇന്ത്യൻ എംബസി പ്രതിനിധികളും സംഘടനാ നേതാക്കളും ചേർന്ന് മുഖ്യമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ബഹാൻ പാലസിൽ കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സബാഹുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കുവൈറ്റ് ധനകാര്യമന്ത്രിയും കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി ചെയർമാനുമായ ഡോക്ടർ സബീർ മുഖേഷിയും യോഗത്തിൽ സന്നിഹിതനായിരുന്നു. പ്രവാസി സംഘടനാ നേതാക്കളും പൗരപ്രമുഖരുമായും നിരവധി വ്യാപാരികളുമായും മുഖ്യമന്ത്രി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ നാളെ വൈകിട്ട് മൻസൂരിയിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടുണ്ട്. പൊതുപരിപാടി മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. എം എ യൂസുഫ് അലിയും ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് IAS യോഗത്തിൽ പങ്കെടുക്കും. കുവൈറ്റ് കണ്ട ഏറ്റവും വലിയ പ്രവാസി പരിപാടിയെ മാറ്റുവാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. 5000-ലധികം മലയാളികൾ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത്.